നമസ്കാരം. സെൻട്രൽ സ്പോർട്സ് മാഗസിൻ്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കൊച്ചി കൗമാര കായിക ലോകത്ത് മുങ്ങി നിൽക്കുമ്പോൾ സ്പോർട്സിനെ അവഗണിച്ച് എങ്ങനെ സെൻട്രൽ മാഗസിന് മുന്നോട്ട് പോകാനാവും അല്ലേ? വലിയ സന്തോഷത്തിലാണ് കൊച്ചി ഈ ആഴ്ച. കാരണം ഈ കൗമാര കായിക ലോകം ഒരുമിച്ച് കൊച്ചിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ ഈ ഇത്തവണ നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക്. കഴിഞ്ഞ കായികമേളയിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ടായിരുന്നു ഈ 66ാമത് സ്കൂൾ കായികമേള കൊച്ചിയുടെ ആതിഥേയത്തിൽ നടന്നപ്പോൾ. എന്തായാലും ഈ മിനി ഒളിമ്പിക്സ് കൊച്ചിക്ക് ഒരുപാട് അഭിമാന നേട്ടങ്ങളാണ് സമ്മാനിക്കുന്നത്. അതിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മൾ പകർന്നു തരുന്നത്. ഈ ആഴ്ച നടന്ന കൊച്ചിയിലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കൊച്ചിയിലെ കായികമേളയുടെ ഒരു പൂർണ്ണ ചിത്രം പ്രേക്ഷകർക്കായി സെൻട്രൽ മാഗസിൻ സമർപ്പിക്കുകയാണ്. എന്തായിരുന്നു 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ പ്രത്യേകത? അത്ലറ്റിക്സ് ഇനങ്ങളും കൂടെ ഗെയിംസ് വിഭാഗങ്ങളും ഒപ്പം സവിശേഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള അത്ലറ്റിക് മത്സരങ്ങളും ഒറ്റ കുടക്കീഴിലാക്കി ഒരു ജില്ലയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ നടത്തുന്നു. 39 ഇനങ്ങളിലായി 24,000 കായിക താരങ്ങൾ പങ്കെടുക്കുന്ന കായിക പൂരം. ആ കായികമേളയുടെ തിരിതെളിഞ്ഞത് തന്നെ ഒളിമ്പിക്സ് ഓർമ്മകൾ ഉണർത്തി തന്നെയാണ്. അക്ഷരമാലാക്രമത്തിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള 3500 വിദ്യാർത്ഥികൾ അണിനിരന്ന മാർച്ച് പാസ്റ്റ് മഹാരാജാസ് കോളേജ് മൈതാനത്ത് കടന്നുപോയപ്പോൾ കായികമേളയുടെ പകിട്ടും പുതുമയും കുട്ടിക്കായിക താരങ്ങളുടെ ആവേശവും കൊച്ചി അടുത്തറിഞ്ഞു, ഏറ്റുവാങ്ങി. ആലപ്പുഴ ജില്ലയിൽ നിന്ന് തുടങ്ങി ഒരു ദുരന്തത്തിനും തകർക്കാൻ പറ്റാത്ത കരുത്തോടെ സടകുടഞ്ഞെഴുന്നേറ്റ വയനാട്ടിലെ കുട്ടികൾ വരെ അടിവെച്ചടിവെച്ച് കേരളത്തിന്റെ കായിക കരുത്തിനെ അടയാളപ്പെടുത്തുന്ന കാഴ്ച. ഇതിനൊപ്പം 15ാം ജില്ലയായി ആദ്യമായി പ്രവാസി വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ ഒപ്പം ചേർന്നു. ഗൾഫ് സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളെ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ആദ്യമായാണ് ഒരുമിച്ച് പങ്കെടുപ്പിക്കുന്നത്. ആ സന്തോഷം അവരാരും മറച്ചുവെക്കുന്നില്ല. പ്രവാസ ലോകത്ത് ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചവരായിരുന്നു ഈ പിണറായി സർക്കാർ നമുക്ക് വേണ്ടി ചെയ്ത്. ഞങ്ങളുടെ ബിഗ് സല്യൂട്ട് ഞങ്ങൾ പറയുകയാണ് ഈ സർക്കാരിന് വേണ്ടി. കാരണം ഞങ്ങളുടെ ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയൊരു മാമാങ്കത്തിലാണ് ഞങ്ങൾ പങ്കെടുക്കാൻ പറ്റുന്നത്. ഇവിടെ എല്ലാവിധ ഭാവങ്ങളെല്ലാം സന്തോഷമുണ്ട്. ഇവിടുത്തെ ഗവൺമെൻറ് എല്ലാതും ഭയങ്കര പ്രൊഫഷണലായിട്ട് തന്നെയാണ് എല്ലാം ഏറ്റെടുത്തിരിക്കുന്നത്. ഗൾഫിൽ നിന്ന് വന്ന പോലെ ഒരു ഫീലില്ല. ഇത് അതേപോലെ തന്നെ നല്ല പ്രൊഫഷണലായിട്ട് എല്ലാം സ്റ്റേയും ഇവിടുത്തെ ട്രാക്കും എല്ലാതും അടിപൊളിയായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. നമ്മളെല്ലാവരും അതിൽ ഭയങ്കര സന്തോഷകരമാണ്. മാർച്ച് പാസ്റ്റിന് ശേഷം സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥിനി ശ്രീലക്ഷ്മിയും PR ശ്രീജേഷും ചേർന്ന് ദീപശിഖ തെളിച്ചതോടെ പകിട്ടേറിയ ഉദ്ഘാടന ചടങ്ങിന് തുടക്കമായി. ശേഷം കലാവിരുന്ന്, കഥകളിയും പുലികളിയും ചെണ്ടമേളവും തിരുവാതിരയും ഒപ്പനയും സൂമ്പയും കൊച്ചിയുടെ കാർണിവലുമെല്ലാം ഒന്നിനു പിറകെ ഒന്നായി മൈതാനത്ത് നിറഞ്ഞു. 4000-ഓളം കുട്ടികളുടെ മാസ്മരിക പ്രകടനങ്ങൾ. ഒളിമ്പിക്സ് മാതൃക എന്ന് പറയുമ്പോൾ ഒളിമ്പിക്സിനെ പോലും കവച്ചുവെക്കുന്ന ഒരു ചേർത്തുപിടിക്കൽ ഈ കായികമേള നടത്തുന്നുണ്ട്. പാരാലിമ്പിക്സ് മത്സരങ്ങൾ ഒളിമ്പിക്സിൽ നിന്ന് ഒട്ടു മാറി നിൽക്കുമ്പോൾ സവിശേഷ ശ്രദ്ധ വേണ്ടുന്ന കുട്ടികളെ ചേർത്തുപിടിച്ച് അത്ലറ്റിക്സ് ഇൻക്ലൂസീവിന് ഇവിടെ തുടക്കമായി. മത്സരങ്ങളിൽ പങ്കെടുത്ത 1562 സവിശേഷ പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് ഇത് നൽകുന്ന ഊർജവും ആവേശവും ഒട്ടും ചെറുതല്ല.
സ്റ്റേഡിയത്തിലെ ആരവങ്ങൾ കേൾക്കാതെ ലക്ഷ്യവും ദൂരവും അകക്കണ്ണുകൊണ്ടറിഞ്ഞു നേടുന്ന മിന്നുന്ന വിജയങ്ങൾ. പല രീതിയിലുള്ള പരിമിതികളാണ്. കാഴ്ചയുടേതുണ്ട്, കേൾവിയുടേതുണ്ട്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡായ ആളുകളുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള വൈകല്യങ്ങളുള്ള കുട്ടികളുണ്ട്. അവർ മാനസികമായിട്ടിപ്പം ടി വിയിലൂടെ മറ്റ് രീതിയിലൊക്കെ ഈ കളികളും ഇത്തരം സ്പോർട്സുകളൊക്കെ കാണുകയാണ്. സ്പോർട്സിൻ്റെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, ആ സ്പിരിറ്റാണല്ലോ പരിമിതികളെ അപ്പുറത്തേക്ക് ഇവരെ കൊണ്ടുവന്നത്. അവരുടെ സ്പിരിറ്റിന് ലിമിറ്റില്ല. അപ്പം നിയമാവലികളും നിയന്ത്രണങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഒരു മത്സരത്തിൽ പങ്കെടുക്കേണ്ടത് കൊണ്ട് തന്നെ ഇവർക്ക് പരിശീലനം കൊടുക്കുമ്പോൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അവരുടെ മാനസികമായിട്ടുള്ള പൊരുത്തപ്പെടലുകളും ആവേശമൊക്കെ അതിനപ്പുറത്തേക്ക് കടക്കുകയാണ്. ഇതിൽ മത്സരത്തിൽ വിജയപരാജയത്തിനപ്പുറത്തേക്ക് ഇത് ശരിക്കും കോഴിക്കോട് ജില്ലയിലെ ഓൾ സ്റ്റുഡൻസ് സ്കൂളുകൾ ആ സംവിധാനം തന്നെ ശരിക്ക് ആസ്വദിക്കുകയാണ്, അഭിമാനം കൊള്ളുക. കണ്ണ് കാണാത്ത കുട്ടികൾക്ക് ഓടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി വരുന്നോ ചോദിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ജില്ല വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അവസരം കിട്ടിയപ്പോൾ വേണം തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനുണ്ട്. അങ്ങനെ ജോയിൻ ചെയ്ത് പിന്നെ സ്കൂളിൽ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് ഓടും. സ്പോർട്സിനോട് താല്പര്യം വന്ന് അവസരം കിട്ടിയപ്പോൾ തോന്നി. ഞാൻ അതേ സ്പോർട്സിലുണ്ട്. ഫുട്ബോൾ സ്റ്റേറ്റ് കളിച്ചു, അങ്ങനെ അത്ലറ്റിക്സിനും പോയി. ഭിന്നശേഷി കുട്ടികൾ ജനറൽ കുട്ടികളോടൊപ്പം മത്സരിക്കുകയാണ്. അതിൻ്റെ പരിശീലനം SSൻ്റെ BRC തലത്തിൽ ഞങ്ങൾ കഴിഞ്ഞ 1.5 മാസമായിട്ട് കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട്. അവർക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് സ്കൂളുകളിലുണ്ട്, പിന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സായ ഞങ്ങളുണ്ട്. അപ്പം നമുക്ക് തന്നെ കുട്ടികളെ കണ്ടെത്താൻ കഴിയും. ഏതൊക്കെ കുട്ടികളാണ് നമുക്കറിയാം, ഏതൊക്കെ മേഖലയിൽ പ്രകടനം കാഴ്ചവെച്ച കുട്ടികളാണെന്ന്. ആ കുട്ടികളെ സെലക്ട് ചെയ്തുകൊണ്ട് ജില്ലാടിസ്ഥാനത്തിൽ പരിശീലനം കൊടുക്കുക ചെയ്തത്. കുട്ടികളെക്കാൾ കൂടുതൽ ആവേശം ഞങ്ങൾക്കാണ്. കാരണം ഇതൊരു ആദ്യമായിട്ടാണല്ലോ നടക്കുന്നത് ഇത്രയും കാലത്തിനിടയ്ക്ക്. ടെന്നീസ്, ഫുട്ബോൾ, വോളിബോൾ, ക്രിക്കറ്റ് എന്നിങ്ങനെ നീളുന്ന ജനപ്രിയ ഇനങ്ങൾക്ക് പുറമെ ഫെൻസിങ്ങും ജൂഡോയും ബോക്സിങ്ങും അടക്കമുള്ള ആയോധന ഇനങ്ങൾ. ഇക്കൂട്ടത്തിൽ ചൈനീസ് ആയോധന കലയായ ഉഷുവിൻ്റെ കാര്യം എടുത്തു പറയണം. ഉഷുവിന് തൗലു, സാൻഡ എന്നിങ്ങനെ 2 വിഭാഗങ്ങളുണ്ട്. പ്രകടന കലയാണ് തൗലു, പോരാട്ട കലയാണ് സാൻഡ. ബോക്സിങ്ങും ഗുസ്തിയും കരാട്ടയും എല്ലാം ചേർന്ന ഇടിമേളം. എതിരാളിയുടെ അടിവയറ്റിലും പുറകിലും ആക്രമിക്കാൻ പാടില്ല, എന്നാൽ എടുത്തെറിയുന്നതിന് തടസ്സമില്ല. 1 മിനിറ്റിൽ 3 റൗണ്ട് മത്സരം. വുഷു മത്സരത്തിനിടയിൽ 68 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. 10 പേർ ആശുപത്രിയിലായി. പ്രധാന വേദിയായ മഹാരാജാസ് കോളേജ് മൈതാനത്തിന് പുറമെ 16 വേദികളിലും മത്സരങ്ങൾ നടന്നു. നീന്തൽ മത്സരങ്ങൾ പൂർണ്ണമായും കോതമംഗലത്തും ഇൻഡോർ മത്സരങ്ങൾ കടവന്ത്ര റീജിയണൽ സ്പോർട്സ് സെൻ്ററിലുമായാണ് നടന്നത്. നീന്തൽക്കുളത്തിൽ ധാരാളം റെക്കോർഡുകളും പിറന്നു. സീനിയർ ആൺകുട്ടികളുടെ പോൾ വാൾട്ടിൽ കോതമംഗലം മാർബേസിലെ ശിവദേവ് രാജീവ് ദേശീയ റെക്കോർഡ് മറികടന്നത് മിന്നുന്ന കാഴ്ചയായി. 12 വർഷം പഴക്കമുള്ള 4.61 മീറ്ററിൻ്റെ റെക്കോർഡാണ് ശിവദേവ് 4.80 മീറ്റർ ഉയരത്തിൽ ചാടി മറികടന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. ഫസ്റ്റും സെക്കൻഡ് ഞങ്ങൾക്ക് തന്നെ കിട്ടി. ഇവനും ഫസ്റ്റ് തന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ റെക്കോർഡ് എടുക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. സാറിൻ്റെ ആഗ്രഹമായിരുന്നു. ഒരു 5 മീറ്റർ ആയിരുന്നു ഏറ്റവും ആഗ്രഹം. പക്ഷെ 5 മീറ്റർ ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് മിസ്സിന് പോയി. വിഷമമുണ്ട്. പിന്നെ നല്ലൊരു പോൾ, എനിക്ക് സ്യൂട്ടായ പോളല്ല ഞാൻ ചെയ്തത്. അതുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു 5 മീറ്ററിനെ പ്രതീക്ഷിക്കായിരുന്നു. വേഗതയുടെ രാജാവിൻ്റെയും റാണിയുടെയും വിശേഷങ്ങൾ കൂടി പറയാതെ കായികമേളയ്ക്ക് എന്താഘോഷം. ജന്മന കാഴ്ച പരിമിതി നേരിടുന്ന BA നിയാസ് അഹമ്മദ് 12.40 സെക്കൻഡ് കൊണ്ട് സബ് ജൂനിയർ ആൺകുട്ടികളുടെ 100 മീറ്ററിൽ സ്വർണം നേടി. അപ്പോൾ പകച്ചുപോയത് വിധിയാണ്.
അത്ലറ്റിക് വിഭാഗങ്ങളിലെ മറ്റൊരു അത്ഭുത പ്രകടനമായിരുന്നു പെൺകുട്ടികളുടെ 100 മീറ്റർ മത്സരത്തിൽ കണ്ടത്. സീനിയറിനെ തോൽപ്പിച്ച് ജൂനിയർ അട്ടിമറി. ജൂനിയർ 100 മീറ്ററിൽ ജേതാവായ ആർ ശ്രേയ സമയം 12.54 സെക്കൻഡ്. സീനിയർ വിഭാഗം സ്വർണ്ണം നേടിയ EP രഹിന രഘുവിൻ്റെ 12.62 സെക്കൻഡ് സമയത്തെ മറികടന്നു. കഴിഞ്ഞ വർഷം ജൂനിയർ ആൺകുട്ടികളുടെ 100 മീറ്ററിൽ ജേതാവായ കോതമംഗലം നെല്ലിക്കുഴി സ്വദേശി അൻസാഫ് സീനിയർ വിഭാഗത്തിൽ 10.81 സമയത്തിൽ സ്വർണം നേടി. കുട്ടികളൊന്ന് പിന്തുണക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ കാസർഗോഡ് ജില്ലയ്ക്ക് ആവശ്യമുണ്ട്. അതാണ് നമ്മുടെ കാസർഗോഡ് ജില്ല ഇവൻ പ്രത്യേകിച്ചൊന്നും പിന്നെ ഒരു പരിശീലനമൊന്നും ഇല്ലാണ്ടാണ് ഇതുവരെ എത്തിയത്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. സെൻറ് ജോസഫ് ആലപ്പുഴ. പ്രതീക്ഷ ഉണ്ട്, സന്തോഷം. ഞാൻ റെക്കോർഡ് പ്രതീക്ഷിച്ചു, പക്ഷേ കിട്ടിയില്ല. പക്ഷേ കുഴപ്പമില്ല, ഇത് ചെയ്യാൻ പറ്റി. ലാസ്റ്റ് സ്കൂൾസ് എറണാകുളത്ത് തന്നെ വെച്ച് ഗോൾഡ് എടുക്കാൻ കിട്ടാൻ പറ്റിയതിൽ ഒരു സന്തോഷം. കുറ്റവും കുറവും കേൾക്കാതെ കായികമേള മുന്നോട്ട് പോയതിൽ രുചിയിടത്തിന് ഒരു വലിയ പങ്കുണ്ട്. ഇത്തവണ 6 ഇടങ്ങളിലായി ക്രമീകരിച്ച ഭക്ഷണശാലയിൽ ഒരേ സമയം ഭക്ഷണമൊരുക്കി പഴയിടം മോഹനൻ നമ്പൂതിരി പുതിയ റെക്കോർഡിട്ടു. ഭക്ഷണ വിഷയത്തിൽ പരാതികളില്ല എന്നത് അധികൃതർക്ക് വലിയ ആശ്വാസമായിരുന്നു. എല്ലാം കൊണ്ടും കുറ്റമറ്റതായിട്ടുള്ളൊരു മേളയാണെന്നുള്ള പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായം കേട്ടിട്ടില്ല. ഞങ്ങൾ തുടങ്ങുമ്പോൾ ഇത് ആലോചിക്കുന്ന അവസരത്തിൽ ചില ഉത്കണ്ഠ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് പിന്നെ 10-24,000 കുട്ടികളുള്ള ഒരു കേന്ദ്രത്തിൽ വന്ന് എത്തിച്ചേരുന്നു. പിന്നെ ഇൻക്ലൂസീവ് സ്പോർട്സിലുള്ള കുട്ടികൾ പുതുതായിട്ട് പങ്കെടുക്കുന്നു. പിന്നെ വിദേശത്തു നിന്നുള്ള ഗൾഫ് രാജ്യങ്ങളിലെ 8 സ്കൂളുകളിലെ കുട്ടികൾ 56 പേര് പങ്കെടുക്കുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ട് ഞങ്ങൾക്കൊരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു. കൃത്യസമയത്തിന് ആരംഭിക്കാൻ പറ്റുമോ, ഈ എറണാകുളത്തെ ട്രാഫിക്കിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷേ അതെല്ലാം തരണം ചെയ്തുകൊണ്ട് ഭക്ഷണത്തിനെ സംബന്ധിച്ചുള്ള പരാതിയില്ല. മത്സരങ്ങളെല്ലാം ഇൻ്റർനാഷണൽ നിലവാരത്തിൽ തന്നെ നടക്കുന്നു. ഒളിമ്പിക്സിൽ പോലും ചിലപ്പോൾ മത്സരം ആരംഭിക്കുന്നതിൽ സമയം വ്യത്യാസം വരാറുണ്ട്. ഇവിടെ ഇന്ന് ആരംഭിച്ചത് 7 മണിക്കാണ്. കൃത്യം 7 മണിക്ക് കൃത്യ സമയത്തിന് ആരംഭിക്കുന്നു. എല്ലാം പൊതുവെ നന്നായി എന്ന് ഒടുവിൽ പൊതു അഭിപ്രായം. 17 സ്ഥലങ്ങളിൽ വെച്ചാണ് മത്സരങ്ങൾ നടക്കുന്നത്. അതിൽ 13 സ്ഥലത്തും നമ്മൾ ഭക്ഷണ വിതരണവും നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു വെല്ലുവിളി തന്നെയായിരുന്നു, പക്ഷേ നമുക്കൊരു പ്രശ്നവും കൂടാതെ അത് ഭംഗിയായി മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ 500ഓളം KST അധ്യാപകർ ഈ 13 വിതരണ കേന്ദ്രങ്ങളിലായി നമ്മൾ വിന്യസിച്ചിട്ടുണ്ട്. അതുകൂടാതെ അധ്യാപക വിദ്യാർത്ഥികൾ, നമ്മുടെ NCC, SPC, സ്കൗട്ട് ഗൈഡ് തുടങ്ങിയ കുട്ടികളും നമ്മളെ സഹായിക്കാനുണ്ട്. ഫുഡ് കോർട്ടിലും മെഡിക്കലിലും വെൽഫെയർ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. വെള്ളം ചുമന്നുകൊണ്ട് അവിടേക്ക് കൊണ്ടുപോയി കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗ്രൗണ്ടിൽ ബോൾ പോകണനുസരിച്ച് ഇവിടെ ഓടുന്നതനുസരിച്ച് അവിടേക്ക് ബോൾ പോകാണ്ട് നോക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആദ്യം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഈ ഗ്രൗണ്ട്. പിന്നെ എന്താ പറയുക, ഈ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. ഇതെന്ത് ചെയ്യണമെന്നോ എന്താക്കണമെന്നോ ഒന്നും ഓർമ്മയില്ല. പിന്നെ പിറ്റേ ദിവസം വന്ന് രാവിലെ വന്നപ്പോൾ കണ്ടപ്പോൾ കുഴപ്പമില്ല. ഞാൻ സൈക്ലിംഗ് കൊള്ളാം. ഞാൻ ആദ്യമായിട്ട് വരുന്നത്, ഞാനിത് ആദ്യമായിട്ട് സ്റ്റേറ്റ് വരുന്നത്. ഒരു മേളയാണ്. ഇവിടെ ആണെങ്കിൽ ഇൻക്ലൂസീവ് ആയിട്ടുള്ള കുറേ വേറെ മത്സരങ്ങളൊക്കെ കണ്ട് അപ്പോൾ തന്നെ സന്തോഷമായി. പഴയ കൊല്ലത്തേക്കാൾ കുറച്ചുകൂടി മികച്ച രീതിയിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു കായിക മേളയാണിതെന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള പല അനുഭവങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ, കഴിഞ്ഞ വട്ടത്തെക്കാളും വളരെ നല്ല രീതിയിലാണ് ഇപ്പോൾ ഓർഗനൈസ് ചെയ്തേക്കണം ഇപ്പോഴത്തെ സ്റ്റേറ്റ്. കരാട്ടയുടെ കോച്ചായിട്ട് 2018 മുതൽ പോകാറുണ്ട്. എല്ലാത്തിനേക്കാളും ബെറ്ററായിട്ട് ഇപ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. ഫുഡ്, അതുപോലെ താമസം, കുട്ടികൾക്ക് താമസം, പിന്നെ ജേഴ്സി എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ വർഷത്തെയും പോലെയല്ല ഇപ്രാവശ്യം ഒളിമ്പിക് ആയിട്ടാണ് നടത്തിയത്. അത്രയ്ക്ക് അടിപൊളിയായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനായിട്ട് അപ്പുറത്ത് ഇവർ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പം ഈ വർഷം കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പോരായ്മകളുടെ ലോകത്ത് അമ്പരന്ന് നിൽക്കാതെ പതറാതെ തളരാതെ മുന്നോട്ട് നീങ്ങുന്ന പ്രണവാണ് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ പ്രൊമോ വീഡിയോയിലെ നായകൻ. ഫുട്ബോൾ, ചിത്രം വര, നീന്തൽ തുടങ്ങിയ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രണവിന്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ ശിരസ് നമിച്ച് കായിക കേരളത്തിന് പുത്തൻ കുതിപ്പേകാൻ കഴിയുന്ന കായികമേളയ്ക്ക് ഹൃദയം നിറഞ്ഞ ആശംസകൾ. തെളിനാളമായി നവജീവനായി പുതുചുവടുമായി വരവായി മനധൈര്യവും പടവാക്കി നാം ഒരു ദാനിതാ വരവായി.
ഇനിയൊരു ക്രിക്കറ്റ് വിശേഷമാണ്. അതായത് ക്രിക്കറ്റിൽ ബാറ്റ്സ്മാൻ ഔട്ടായി കഴിഞ്ഞാൽ അടുത്ത ബാറ്റ്സ്മാൻ ഫുൾ സെറ്റായി ഈ ക്രിക്കറ്റ് കിറ്റൊക്കെ ധരിച്ച് ക്രീസിലെത്തേണ്ട സമയം 2 മിനിറ്റാണ്. തുടർച്ചയായി ബാറ്റ്സ്മാൻ ഔട്ടായാലും സംഭവിക്കും. അതൊക്കെ ഒരു പ്രശ്നമാണ്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആളുകൾ അല്ലെങ്കിൽ അടുത്ത ബാറ്റ്സ്മാൻ ഇത് തയ്യാറായിട്ടാണ് ഗാലറിയിൽ ഇരിക്കുന്നത്. പക്ഷേ തുടർച്ചയായി നേരത്തെ പറഞ്ഞ പോലെ ബാറ്റ്സ്മാൻമാർ ഔട്ടാകുമ്പോൾ ഇതൊരു പ്രശ്നമായി മാറും. അതുകൊണ്ടാണ് ഇതിനൊരു റെക്കോർഡൊക്കെ നിലവിലുണ്ട്. ഇപ്പോഴത്തെ നിലവിലെ റെക്കോർഡ് മറികടന്നിരിക്കുന്നത് ഒരു മലയാളിയാണ്, ഒരു +1 വിദ്യാർത്ഥി ഋഷികേശ്. 35 സെക്കൻഡ് കൊണ്ടാണ് ക്രിക്കറ്റ് മുഴുവനായി ധരിച്ച് ക്രീസിലെത്തുന്ന സമയം ഋഷികേശ്. ആ ഋഷികേശിൻ്റെ വിശേഷങ്ങളാണ് സെൻട്രൽ മാഗസിനിൽ അടുത്തത്. Tendulkar greets him by dancing down the track and hammering it over long on. ലോക ക്രിക്കറ്റ് ചരിത്രം തിരിഞ്ഞിറങ്ങിയാൽ ക്രിക്കറ്റിൻ്റെ ഉത്ഭവം മുതൽ ഇങ്ങോട്ട് പല താരങ്ങളും വാരിക്കൂട്ടിയ റെക്കോർഡുകളുടെ നീണ്ട നിര കാണാം. അവ പലപ്പോഴും നമ്മെ അതിശയ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാറുമുണ്ട്. ലോകത്ത് അങ്ങോളമിങ്ങോളമുള്ള ക്രിക്കറ്റ് മൈതാനങ്ങളിൽ 22 യാർഡുകൾക്കുള്ളിൽ ചുവപ്പും വെള്ളയുമായ പന്തുകളിൽ താരങ്ങൾ വാരിക്കൂട്ടിയിരിക്കുന്നത് എണ്ണമറ്റ റെക്കോർഡുകളാണ്. കാലം മുന്നോട്ട് പോകുന്തോറും മൈതാനങ്ങളിൽ മത്സരങ്ങൾക്കിടയിൽ പിറന്ന ഈ റെക്കോർഡുകൾ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ മൈതാനത്തിന് പുറത്ത് മത്സരത്തിന് മുൻപ് തന്നെ റെക്കോർഡ് നേടിയ കഥ നാം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? മൈതാനങ്ങളിൽ മത്സരങ്ങൾക്കിടയിലല്ലേ താരങ്ങൾ റെക്കോർഡുകൾ നേടുക? ഈ സംശയം സ്വാഭാവികമായും നിങ്ങൾക്ക് തോന്നിയാൽ കുറ്റം പറയാൻ കഴിയില്ല. എന്നാൽ മൈതാനത്തിന് പുറത്ത് ഡ്രസ്സിംഗ് റൂമിനും റെക്കോർഡുകളുടെ കഥ പറയാനുണ്ട് എന്ന് കേട്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അതും നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നാണെന്ന് കേട്ടാലോ? അതിശയോക്തിയില്ലാതെ അഭിമാനിക്കുകയല്ലേ വേണ്ടത്? അതെ, കേരളത്തിൽ നിന്ന് ക്രിക്കറ്റിൻ്റെ ലോക ചരിത്രത്തിലേക്ക് നടന്നു കയറിയ ഒരു വിദ്യാർത്ഥിയുണ്ട്, കൊച്ചിക്കാരനായ ഋഷികേശ്. എങ്ങനെയെന്ന് നെറ്റി ചുളിക്കേണ്ട, ക്രിക്കറ്റിലൂടെ ലോകത്തിൻ്റെ നെറുകയിൽ മലയാളിയുടെ പേര് എഴുതി ചേർത്ത ആ കൊച്ചിക്കാരൻ്റെ കഥയാണിത്. മടൽ ബാറ്റിൽ MRF എന്നെഴുതി ഒരു തലമുറയെ ആകെ ക്രിക്കറ്റ് സ്വപ്നം കാണാൻ പഠിപ്പിച്ച ആ ക്രിക്കറ്റ് ദൈവത്തിൻ്റെ ആരാധകന് ക്രിക്കറ്റിനോടുള്ളത് കുട്ടിക്കാലത്ത് തന്നെ നെഞ്ചിൽ കയറിക്കൂടിയ പ്രണയം. ഋഷികേശിന് ക്രിക്കറ്റ് ജീവവായു പോലെ അത്രമേൽ പ്രിയങ്കരം. ക്രിക്കറ്റിൽ ഏതെങ്കിലും ഒരു റെക്കോർഡ് നേടണമെന്ന അവൻ്റെ അടങ്ങാത്ത ആഗ്രഹമായിരുന്നു ആ യാത്രയുടെ ഇന്ധനം. ആദ്യം ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് പന്ത് നിർത്താതെ തട്ടി റെക്കോർഡ് പുസ്തകത്താളിൽ ഋഷി തൻ്റെ പേര് എഴുതി ചേർത്തു. പിന്നീടത് ക്രിക്കറ്റിനോട് കൂടുതൽ ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന മറ്റൊരു റെക്കോർഡിനായുള്ള യാത്രയിലേക്കുള്ള സ്വപ്ന സഞ്ചാരത്തിൻ്റെ വാഹനമായി. ബാറ്റ് ചെയ്യുന്ന ടീമിൽ ക്രീസിൽ ബാറ്റർമാർ പുറത്താകുന്നതിന് മുൻപ് തന്നെ അടുത്തതായി ഇറങ്ങേണ്ട ബാറ്റർ തയ്യാറായിരിക്കുന്നത് നാം കണ്ടിട്ടുണ്ടാകാം. എന്താകും ഇവർ ഇങ്ങനെ മുൻകൂട്ടി തയ്യാറായിരിക്കുവാൻ കാരണം? ക്രിക്കറ്റിനെക്കുറിച്ച് അത്ര ധാരണയില്ലാത്തവർക്ക് ഒരുപക്ഷെ മനസ്സിലായി എന്ന് വരില്ല. നാട്ടിൻപുറങ്ങളിലെ ക്രിക്കറ്റ് കളികൾക്കിടയിൽ സ്വന്തം ടീമിലെ ബാറ്റർ പുറത്താകാൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന സഹതാരത്തെ പോലെയല്ലത്. ക്രിക്കറ്റ് കിറ്റ് ധരിച്ച് ബാറ്റ് ചെയ്യാനായി തയ്യാറെടുക്കുക എന്നത് വളരെ ശ്രമകരമായ പ്രവൃത്തി കൂടിയാണ്. ക്രീസിലേക്ക് എത്തുവാനുള്ള ബാറ്ററുടെ സമയത്തിനും പരിമിതികളുണ്ട് എന്നതാണ് സത്യം. എന്നാൽ ശരവേഗത്തിലെത്തുന്ന പന്തുകളിൽ നിന്ന് പരിക്കേൽക്കാതെ രക്ഷ നേടാൻ ബാറ്ററെ സഹായിക്കുന്ന സുരക്ഷാ കിറ്റ് വളരെ വേഗത്തിൽ ധരിച്ച് ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ കഥയിലെ നായകൻ. മുപ്പത്തിയഞ്ച് സെക്കൻഡുകൾ കൊണ്ട് ക്രിക്കറ്റ് കിറ്റ് പൂർണ്ണമായി ധരിച്ചാണ് ഋഷികേശ് ഗിന്നസ് ലോക റെക്കോർഡ് എന്ന സുവർണ നേട്ടത്തിലേക്ക് നടന്നു കയറിയത്. ഋഷികേശിൻ്റെ കാൽപതിയും വരെ 37 സെക്കൻഡുകളായിരുന്നു ചരിത്രമെങ്കിൽ കൊച്ചിക്കാരൻ പയ്യൻ അത് അക്ഷരാർത്ഥത്തിൽ അങ്ങ് പൊളിച്ചെഴുതി. മൈതാനത്തിന് പുറത്ത് വേൾഡ് റെക്കോർഡുണ്ട്. ഇനി മൈതാനത്തിനുള്ളിലും റെക്കോർഡുകൾ വാരിക്കൂട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് ഋഷിക്. കടവന്ത്ര കേന്ദ്ര വിദ്യാലയത്തിലെ +1 വിദ്യാർത്ഥിയായ ഋഷികേശിന് 2014 ക്രിക്കറ്റിനോടുള്ള കൂടുതൽ അഭിനിവേശം വളർത്തിയത് കോഴിക്കോട് ലാമൽ അക്കാദമിയിലെ പരിശീലകൻ വീരേന്ദ്രകുമാറാണ്. ആ പരിശീലകൻ്റെ ശിക്ഷണത്തിൽ അവൻ ക്രിക്കറ്റിൻ്റെ പുതിയ പടവുകൾ സ്വപ്നം കാണുകയായിരുന്നു. ഇപ്പോൾ നേട്ടത്തിൻ്റെ നെറുകയിലെത്തി നിൽക്കുമ്പോൾ അത് തന്നെ ഈ നേട്ടത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ വിട പറഞ്ഞു പോയ തൻ്റെ പ്രിയ പരിശീലകന് സമർപ്പിക്കുകയാണ് ഈ കൊച്ചുമിടുക്കൻ. വലിയ നേട്ടങ്ങൾക്ക് മുന്നിലും ഋഷികേശിന് പറയാനുള്ളത് ഇത്രമാത്രം. അപ്പോൾ എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലൊരു റെക്കോർഡുണ്ട്. അത് നമ്മളെ
ക്രിക്കറ്റ് ബോൾ നമ്മൾ ബാറ്റിൽ ടാപ്പ് ചെയ്യത്തില്ലേ, അത് 5 മിനിറ്റ്സിൽ മോസ്റ്റ് നമ്പർ ഓഫ് ടൈംസ് 1056 ഒരു റെക്കോർഡുണ്ട് എനിക്ക്. അപ്പോൾ അത് കിട്ടിയപ്പോൾ തന്നെ ഗിന്നസിലോട്ട് ഒരു റെക്കോർഡ് കിട്ടണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പം ഇങ്ങനെ ഒരു റെക്കോർഡ് കണ്ടപ്പോൾ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് പ്രാക്ടീസ് ചെയ്ത് കിട്ടി. 35.9 സെക്കൻഡ്സിലാണ് ഞാൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ. നേരത്തെ ഉണ്ടായിരുന്ന ആൾ 37 സെക്കൻഡിലായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ എനിക്ക് 35.9 ചെയ്തിട്ട്. ഞാൻ ആക്ച്വലി റെക്കോർഡ് കണ്ടിട്ട് ഞാൻ കുറേ കാലം, എത്ര കാലം എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല, ഞാൻ കുറേ കാലം ഈ സെയിം സാധനം ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അവസാനം എനിക്ക് 35.9 കിട്ടി. ലൈക്ക് നാച്ചുറലി ക്രിക്കറ്റ് കളിക്കുന്ന എല്ലാ ആൾക്കാരുടെയും ഡ്രീമായി ഇന്ത്യൻ ടീമിൽ കളിക്കുക എന്നുള്ള ഡ്രീമാണ് എൻ്റെ ഡ്രീം. ക്രിക്കറ്റ് ഞാനൊരു കഴിഞ്ഞൊരു 6 വർഷമായിട്ട് പ്രാക്ടീസ്. വീട്ടിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാറുണ്ട്. അവർ തന്നെയാണ് മറ്റേ പെട്ടെന്ന് ചെയ്യാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞ് മാക്സിമം അപ്ലോഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാറുണ്ട്. മകൻ്റെ നേട്ടത്തിൽ അച്ഛൻ വിനോദും ഇരട്ടി സന്തോഷത്തിലാണ്. ഋഷികേശ് ഓരോ പടവുകൾ താണ്ടുമ്പോഴും കൈ പിടിച്ച് കുടുംബവും ഒപ്പമുണ്ട്. ക്രിക്കറ്റിനോടുള്ള മകൻ്റെ താല്പര്യം തിരിച്ചറിഞ്ഞ വിനോദ് പിന്തുണയുമായി ഒപ്പം നിന്നതോടെ ഋഷികേശിൻ്റെ സ്വപ്നത്തിലേക്കുള്ള യാത്രയും എളുപ്പമായി. പഠനത്തിൽ മികവ് പുലർത്തുന്ന ഋഷികേശ് കളിക്കളത്തിൽ മാത്രമല്ല തൻ്റെ കഴിവ് തെളിയിച്ചത്, ടെലിവിഷനിൽ അവതാരകനായും ഋഷി തൻ്റെ മികവ് പുലർത്തിയിട്ടുണ്ട്. മകൻ്റെ നേട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ അച്ഛൻ വിനോദിൻ്റെ വാക്കുകളിലും ഇരട്ടി മധുരം. പണ്ട് തൊട്ടേ മോനതിന് ഭയങ്കര താല്പര്യമായിരുന്നു ക്രിക്കറ്റിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ട്രെയിനിങ് ഉണ്ടായിരുന്നു. പിന്നെ അവൻ്റെ ടീച്ചേഴ്സൊക്കെയാണ് അവനെ മാക്സിമം പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്നത്. പിന്നെ ഞങ്ങളുടെ സപ്പോർട്ടും കൊടുക്കാറുണ്ട്. നന്നായി കളിക്കുന്നുണ്ട്. ഗിന്നസ് അവാർഡ് കിട്ടിയത് വളരെ സന്തോഷമുള്ള വിഷയമാണ്. അയാൾ തന്നെ ശ്രമിച്ച് നേടിയതാണ്. അങ്ങനെ ഈ ആഴ്ചത്തെ സെൻട്രൽ സ്പോർട്സ് മാഗസിൻ പൂർണ്ണമാവുകയാണ്. പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും പുതിയ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച സെൻട്രൽ മാഗസിനിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.